എന്തൊരു ചൊറിച്ചില്. ഞാൻ ഇവിടുത്തെ ക്ലീനറോട് എനിക്ക് ബെഡ്ഷീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട് ഹീസ് നോട്ട് ചേഞ്ചിങ്. അത് തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതങ്ങനെ വിടാൻ പറ്റും? തെമ്മാടിത്തരമെന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതി. അല്ല, ഇത്രയും ഹെഡ് വെയിറ്റ് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. ഞാൻ ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ എ ടു സെഡ് എന്റെ ഡ്യൂട്ടി ചെയ്യാൻ എനിക്കറിയാം. ഞാൻ ചെയ്തോളാം. എന്നൊരു വരി ഊതരുത്. ഡ്യൂട്ടി കയറാതിന് മുമ്പ് ഡ്യൂട്ടി ചെയ്യണമെന്ന് ആരെങ്കിലും അടിമപ്പണി എടുപ്പിക്കാൻ നോക്കി കഴിഞ്ഞാൽ ചെയ്യില്ല. താൻ എന്തായി പിഷാരടിയെ കുറിച്ച് മനസ്സിലാക്കിയത്? പിഷാരടി എന്ന് വെച്ചാൽ എന്താ? കളരി കണ്ടത്തി പിഷാരടി എന്നല്ലേ? അതെ, അല്ലാതെ കണ്ടവന്റെ കോണകം താങ്ങുന്ന പിഷാരടി എന്നല്ല. ഞാൻ അത്രക്കാരൻ ഗസ്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ നിങ്ങൾ ആര് പറയുന്നത് കേൾക്കുന്നത്? എനിക്ക് ശമ്പളം തരുന്ന ഗസ്റ്റുകളല്ല. എന്നത് താൻ ഇനിക്കെട്ട് വെക്കാൻ തുടങ്ങിയാറോ പുളുന്താൻ. ടോർച്ചറിങ് നടക്കില്ല. ഒരു ഗസ്റ്റുകൾ റാഗിങ്ങോ? നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാൻ വയ്യ? ഗസ്റ്റുകൾക്ക് മറുപടി എന്റെ ആവശ്യം എനിക്കില്ല. അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത്? പുല്ലുവില പൊട്ടിക്ക് സാറേ. നിനക്ക് പ്രാന്താള വേടാ പന്നി. ഇനി ഇവരോട് ഇതെല്ലായിടത്തും കൊടുത്തിടാൻ പറ. ഞാൻ ക്ലിയർ ചെയ്തോളാം. ഇതെല്ലായിടത്തും കൊടുത്തിട്ടോ, നോ ഇഷ്യൂ. അപ്പൊ ഞാൻ പൊട്ടന ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പൊട്ടന. അയാൾ ഗസ്റ്റിനോട് ഡിസ്റെസ്പെക്ട് ആയിട്ട് പെരുമാറാൻ നിങ്ങൾ കണ്ടില്ല? ഗസ്റ്റിനെ പണിയെടുക്കുക. ഞാൻ വെറും കോൺസറാണെന്ന് വിചാരിച്ചോ താനെ? ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഗസ്റ്റ് തൊഴിലാളികളെ നെഞ്ചത്ത് കയറണ്ട. അത് ഏത് വൃത്തികെട്ട ഗസ്റ്റ് വന്നിട്ട് കാര്യമില്ല. ഏത് വൃത്തികെട്ട ഗസ്റ്റ് വന്നിട്ട് കാര്യമില്ല. തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. ഏത് കോടീശ്വരനായാലും വേണ്ടില്ല, ഏത് ധനികനായാലും വേണ്ടില്ല, പറയാനുള്ളത് ആ വൃത്തികേട് കോരാനാണ് നിങ്ങളെ വെച്ചേക്കുന്നത്. ഈ വൃത്തികേട് ഇത്രയും കാലം സഹിക്കുന്നില്ലേ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. കൂത്താലും പോകത്തെ കുറെ വേസ്റ്റുകൾ. വേസ്റ്റ് മുഴുവൻ വേസ്റ്റ് ആണല്ലോ. ഈ വേസ്റ്റുകൾ വൃത്തികേടുകളൊക്കെ പോയാൽ ശരിയാണ്. നീ ശപ്പനാണ്. ഇവിടെ ഫുള്ള് വേസ്റ്റ് ആണല്ലോ. ഇന്നലെ കിളിർത്ത കൂണുകളൊക്കെ വന്നുകൊണ്ട് ഇവിടെ ശബ്ദിക്കുമ്പോ ഞങ്ങളോട് തിരിച്ചു കൊടുക്കും. ട്രിഗർ ആയിട്ട് കാര്യമില്ല. അതിൽ കയറി പിടിക്കാൻ ഉദ്ദേശമല്ല. നീ എന്നെ കളിയാക്കുക അല്ല, കാര്യമായിട്ടാക്കിയതാ. സ്റ്റാർ മൊത്തം ഊരി വെച്ചിട്ട് നിങ്ങൾ പൊക്കോളൂ. കരുതി കൂട്ടി ഉപദ്രവിക്കാനുള്ള ഉദ്ദേശമല്ലേ? ഇനി ഒരു നിമിഷം നിന്നോട് വെച്ചേക്കല. ഇപ്പൊ ഇറങ്ങണം, ഈ നിമിഷം ഇറങ്ങണം. സ്റ്റാർ ഞാൻ ജോലി ചെയ്ത് കിട്ടിയ സാധനം. നിങ്ങൾ ജോലി കറക്റ്റായിട്ട് ജോലി ചെയ്യാൻ നിങ്ങളാരാ പറയാ? ഞങ്ങളുടെ മുതലാളി പറയും. മുതലാളി പറഞ്ഞ അവിടെ പിരിഞ്ഞു പോകും. അങ്ങനെ ചുമ്മാ അങ്ങ് ഇറങ്ങി പോരെന്ന് പറഞ്ഞ് ഇറങ്ങാനൊന്നും പറ്റില്ല. പ്രോവിഡന്റ് ഫണ്ട് ഗ്രാറ്റുവിറ്റി വേണമായിരിക്കും. എനിക്കൊരു കുറ്റിയും വേണ്ട. എന്നെ ഇവിടെ കൊണ്ടിട്ട് ആള് വരട്ടെ, ഞാൻ പൊക്കോളാം. ഹാൻഡ്സ് അപ്പ് ഷാനവാസ്, ഹാൻഡ്സ് അപ്പ്. അനി കുറെ ആൻസർ പറഞ്ഞു. ഉണ്ടല്ലാത്ത തോക്കും കൊണ്ട് പുരുഷട്ടോ ഒരു വെടിക്കൊള്ള ഉണ്ടാക്കാ തോക്കലുണ്ടാവൂല്ലേ? നിറച്ച തോക്കാ. ഇവിടെ എനിക്ക് നല്ല ബോധമുണ്ട്. ഇവിടെ വരുന്ന ഗസ്റ്റുകളുടെ നെഗളിപ്പിന് വേണ്ടി നിന്നെടുക്കാനുള്ള എല്ലാ തൊഴിലാളി. മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. ഈ ഹൗസിൽ എന്താ എല്ലാരും വിളിച്ചു. ഞാൻ കുളിക്കാൻ പോവാണ്. എനിക്ക് വേറെ പണിയുണ്ട്. എനിക്ക് ഇതിന്റെ ഡ്രാമ കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പോണേണ്. വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത്? നിങ്ങൾ തീർന്നു, മനസ്സിലായി? നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ ആൾക്കാർ നിങ്ങളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പും. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. നീ തീർന്നടാ, നീ തീർന്നു. തീരട്ടെ. നിങ്ങളെപ്പോലുള്ള വൃത്തികെട്ട പാരന്റ്സ് ആണ് ഈ ലോകത്തിലെ ഓരോ മനുഷ്യ സ്റ്റാൻഡിലും ബസ്സിലൊക്കെ കുറെ ഇതുപോലെ. ഇത്രയും തോന്നിവാസം വർത്താനം പറഞ്ഞിട്ടും ബാക്കിയുള്ളവർ ഫിസിക്കലി അഗ്രസീവ് ആയിട്ടും തനിക്കൊന്നും പറയാനില്ല. ഇപ്പൊ തന്നെ വായടെ പോയി. നല്ല കണക്ഷനാ. ഫ്രണ്ട്സ് ഷാനവാസ തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല. ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. എന്താ പിന്നെ ബാക്കി നാളെ. അപ്പൊ എങ്ങനെയാ? ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?